ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് റോസാ ചെടി എങ്ങനെയാണ് നടേണ്ടതെന്നാണ്. അതായത് അതിൻ്റെ പ്രോപ്പർ മെത്തേഡ്, എങ്ങനെയാണ് അതിൻ്റെ പോട്ടിംഗ് മിക്സിൽ എന്തെല്ലാം കാര്യങ്ങൾ ചേർക്കണമെന്നൊക്കെ ഞാനിന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ലിൻസീസ് ലിങ്ക് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാരെല്ലാം റെഡിയല്ലേ? നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് കണ്ടോ, ഈ റോസൊക്കെ നല്ലപോലെ പുഷ്പിച്ച് നിൽക്കുക, അതായത് മൊട്ടുകളൊക്കെ നല്ലപോലെ വന്ന് നല്ല രീതിയിൽ നിൽക്കുകയാണ്. ഇതിനൊക്കെ നമ്മൾ അതായത് കറക്റ്റ് ടൈമിൽ കൊടുക്കേണ്ട കെയറും നമ്മൾ നടേണ്ടതുപോലെ നട്ടാലും അത് വർഷത്തിലുടനീളം നിന്ന് പൂത്ത് ഇതുപോലെ നിൽക്കും. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അത് പോട്ടിംഗ് മിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ നടുന്ന നടിയിൽ മിശ്രിതം, ഇതിൻ്റെ അകത്ത് നമ്മൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചേർക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് മണൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുക. അതുപോലെ തന്നെ ചുവന്ന മണ്ണ് അല്ലെങ്കിൽ ഇത് മണലാണേ, നമ്മുടെ കറക്റ്റ് റിവർ സാൻഡ് എന്നൊക്കെ പറയുന്ന പോലെ മണ്ണ് എടുക്കുക. കുറച്ച് ചരലൊക്കെ കൂടിയതാണെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് നമ്മൾ ഒരു 50% ചുവന്ന മണ്ണ് ചേർക്കുക. 50% ചുവന്ന മണ്ണ് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ ഈ ക്ലേ സോയിൽ എന്നൊക്കെ പറയുന്നത് അതായാലും കുഴപ്പമില്ല. ഓക്കെ, അന്നേരം ചുവന്ന മണ്ണ് എടുത്തു. അതിലൊരു 10% നമ്മുടെ ആറ്റുമണലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും മണലെടുക്കുക. അതിലേക്ക് നിങ്ങൾ കമ്പോസ്റ്റ് ചേർക്കുക. അതായത് ഒരു 10% ഏതെങ്കിലും കമ്പോസ്റ്റ്, അതുപോലെ തന്നെ ചാണകത്തിൻ്റെ ഉണക്ക ചാണകം ഇതുപോലെ പൊടിച്ചത്, അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഒരു 10% ചേർത്ത് കൊടുക്കുക. ചാണകപ്പൊടി, പച്ച ചാണകമല്ല, നമ്മുടെ ഉണങ്ങിയ ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ട കൊക്കോപ്പീറ്റാണ്. 10% കൊക്കോപ്പീറ്റ് ചേർക്കാവൂ. ഒരുപാട് കൊക്കോപ്പീറ്റ് ചേർത്ത് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് നീം കേക്ക്. അത് നമ്മുടെ ചെടികളുടെ വേരിനുണ്ടാകുന്ന അസുഖങ്ങളൊക്കെ വരാതിരിക്കാനും സഹായിക്കുന്നതാണ്. അന്നേരം ഇത്രയും കാര്യങ്ങൾ ചേർത്താണ് നമ്മൾ റോസ് നടേണ്ടത്. ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞുതരാം. ആറ്റുമണൽ ഒരു 10% എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മണൽ എടുത്താലും മതി. ഓരോരുത്തർ എംസാൻഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയത്തില്ല. നിങ്ങൾ സാധാരണ മണലേ നിങ്ങളുടെ കയ്യിലുള്ളൂ എങ്കിൽ അതെടുക്കുക, 10%. ഓക്കെ, പിന്നെ ബാക്കി 50% നിങ്ങൾ എടുക്കേണ്ടത് നമ്മുടെ ചുവന്ന മണ്ണ് അല്ലെങ്കിൽ നമ്മുടെ മേൽ മണ്ണ്, നല്ല വളക്കൂറുള്ള മുകളിലുള്ള മണ്ണാണ് എടുക്കേണ്ടത്, 50%. അതുപോലെ അതിൻ്റെ കൂടെ 10% കമ്പോസ്റ്റ്, പിന്നെ ഒരു 10% നമ്മുടെ ചാണകപ്പൊടിയെ, 10% കൊക്കോപ്പീറ്റ്, പിന്നെ 10% നമ്മുടെ നീം കേക്ക്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നമ്മുടെ മണ്ണ് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതേപോലെ മിക്സ് ചെയ്ത് നല്ല ഒരു എല്ലാം കൂടെ ഒരു പൗഡർ പരുവത്തിൽ, അതായത് നല്ലപോലെ ഇതേപോലെ എടുക്കുക. ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും, നല്ല ഒരു മിക്സായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ റോസ് ചെടികൾ നടാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ നഴ്സറികളിൽ നിന്ന് റോസ് വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം എല്ലാവരും പറയും ഒന്ന് നട്ടാൽ ഉടൻ തന്നെ അതങ്ങ് ഉണങ്ങിപ്പോവുക, നല്ലപോലെ കിളിക്കുന്നില്ലെന്നൊക്കെ. റോസ് വാങ്ങി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഒരു 2 ആഴ്ചയിൽ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ചട്ടിയിലേക്ക് മാറ്റി നടാവൂ. ഇപ്പോൾ ഇതേപോലെയുള്ള ചട്ടി എടുക്കുക. നിങ്ങളുടെ ഈ മൺചട്ടിയാണ് ഏറ്റവും ബെസ്റ്റ്. എൻ്റെ കയ്യിൽ ഇപ്പോഴതില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ ഈ ചട്ടി എടുക്കുന്നത്. നിങ്ങൾ കണ്ടോ, ഈ റോസ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഏകദേശം ഒരു 2 ആഴ്ചയോളം കഴിഞ്ഞു. അതിന് ശേഷമാണ് ഇത് നടാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ വന്നതിന് ശേഷം നമ്മുടെ എങ്ങനെയാണോ വാങ്ങി അതുപോലെ തന്നെ വെക്കുക. അതിനുശേഷം 2 ആഴ്ചയ്ക്കോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞൊക്കെ നട്ടാലും മതിയാകും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മൺചട്ടിയാണ് ഏറ്റവും നല്ലത്, പ്രത്യേകിച്ച് റോസൊക്കെ നടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാനിതെടുത്തത്. ഒരു 12 ഇഞ്ച് പോട്ടാണ് ഏറ്റവും ഐഡിയലായിട്ട് നമുക്ക് റോസൊക്കെ നടാൻ പറ്റിയ ഒരു ചട്ടിയുടെ സൈസ് എന്ന് പറയുന്നത്. ഒരുപാട് ഡീപ്പായിട്ടുള്ള ചട്ടി വേണ്ട, ഒരു മാക്സിമം പോയാൽ ഒരു 12 ഇഞ്ചിൻ്റെ ചട്ടി മതി നമ്മുടെ റോസ് ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമ്മളിപ്പം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പോട്ടിംഗ് മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അടിയിൽ കുറച്ച് ഭാഗം ഇട്ടതിന് ശേഷം നമ്മുടെ നടാൻ പോകുന്ന റോസ്, ഇത് വാങ്ങുമ്പോൾ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്തായിരിക്കുമല്ലോ, ആ കവർ നമ്മൾ കട്ട് ചെയ്തങ്ങ് മാറ്റുക. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ മണ്ണ് എല്ലാവരും ചോദിക്കും, ഇത് മുഴുവനായിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ മണ്ണ് മാറ്റേണ്ട കാര്യമില്ല. അടിഭാഗത്തെ കുറച്ച് മണ്ണ് മാത്രം ഒന്ന് മാറ്റി കൊടുത്താൽ മതിയാകും. ഓക്കെ,
ഇതിപ്പം ഓൾറെഡി ചില റോസൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയായിട്ടായിരിക്കും അതിൻ്റെ ആ മണ്ണ് ഇരിക്കുന്നത്. ഇതിൽ അത്രയും കട്ടിയൊന്നുമില്ല, കുറച്ച് ലൂസായിട്ടുള്ളൊരു മണ്ണാണ് ഈ ഒരു റോസ് ഇരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് എടുക്കുമ്പോൾ തന്നെ അടിയിൽ നിന്ന് മണ്ണ് ഇളകി പോകുന്ന തരത്തിലാണ് ഇതിരിക്കുന്നത്. ഇനിയും ഈ ചെടി നമുക്കെടുത്ത് ചട്ടിയിലേക്ക് വെക്കാം. ഓക്കെ, വളരെ സൂക്ഷിച്ചെടുക്കുക. അതായത് അതിൻ്റെ വേരൊന്നും പറഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മൾ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ പേര് നമ്മളെടുത്ത് ഹാഷായിട്ട് അതിൻ്റെ വേര് പൊട്ടി പോകുന്ന തരത്തിൽ പൊട്ടി എടുത്ത് വെക്കരുത്. റോസിൻ്റെ വേര് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് പിന്നെ പിടിച്ച് കിട്ടാൻ ഒത്തിരി പാടാണ്. കണ്ടോ, വളരെ സൂക്ഷിച്ച് അതിൻ്റെ ഒരു വേര് പോലും പോകാത്ത രീതിയിൽ വേണം നമ്മൾ കെയർഫുള്ളായിട്ട് വേണം ഇത് വെക്കാനായിട്ട്. അതിൻ്റെ വേര് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങി പെട്ടെന്ന് തന്നെ ചെടി ഉണങ്ങിപ്പോവും. അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ നടുന്ന ചട്ടിയിൽ ഒട്ടും വെള്ളം കെട്ടി നിൽക്കാനിടയാകില്ല. വെള്ളം കെട്ടി നിന്നാൽ റോസ് പെട്ടെന്ന് നശിച്ചു പോകും. ഇതിന് ഓൾറെഡി ഞാൻ ഈ നമ്മൾ വാങ്ങിയ പ്ലാസ്റ്റിക് ബാഗിൽ തന്നെ ഇരുന്ന് 2-3 പ്രാവശ്യം നല്ലതുപോലെ പൂത്ത ഒരു ചെടിയാണിത് കേട്ടോ. ഇനി നമ്മൾ ഈ ചട്ടിയിലേക്ക് നട്ടു വെക്കാൻ പോവുകയാണ്. നമ്മൾ റോസ് നട്ടതിന് ശേഷം ആദ്യം തന്നെ പറ്റുമെങ്കിൽ നീം ഓയിൽ സ്പ്രേ ചെയ്യുക. അതായത് മറ്റ് ജീവികളുടെ ഒന്നും ആക്രമണം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇലയിലൊക്കെ വന്ന് ഓരോ ജീവികൾ കുത്തി പെട്ടെന്ന് ഇല മുരടിച്ചു പോകാനും ഒക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ അകത്ത് പോട്ടിംഗ് മിക്സിൽ നമ്മൾ ചാണകപ്പൊടിയും അതുപോലെ തന്നെ വളമൊക്കെ ഒരു എല്ലുപൊടി ഉണ്ടെങ്കിൽ ഒരു പിടി എല്ലുപൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ വളരെ നല്ലതാണ്. ഓക്കെ, ഇതൊക്കെ ചേർത്താണ് നമ്മൾ പോട്ടിംഗ് മിക്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉടനെ ഒരു 2 ആഴ്ചത്തേക്ക് നമ്മൾ വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. 2 ആഴ്ചയ്ക്ക് ശേഷം, അതായത് 15 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വളം എന്താണ് നിങ്ങൾ ഇടുന്നത് അതിട്ട് കൊടുക്കാം. ചാണകപ്പൊടി വളരെ നല്ലൊരു വളമാണ് റോസിന്. അത് ചാണകപ്പൊടി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ആട്ടിൻ കാഷ്ടമാണുള്ളതെങ്കിൽ ആട്ടിൻ കാഷ്ടം ഇട്ട് കൊടുത്താലും മതി. ശേഷം നല്ല രീതിയിൽ വെള്ളം കൊടുക്കണം എന്ന് മാത്രമല്ല, ഒരു 6 മുതൽ 8 മണിക്കൂർ നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം നമ്മൾ ഈ റോസാ ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഈ ചെടി നല്ല രീതിയിൽ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെക്കുക. അതുപോലെ തന്നെ വെള്ളം ഒട്ടും മണ്ണ് ഡ്രൈ ആയി പോകാൻ ഇടയാകില്ല. പെട്ടെന്ന് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ ചെടിയും അതുപോലെ ഉണങ്ങിപ്പോകും. അതുകൊണ്ട് ചട്ടി ഡ്രൈനെസ് വരില്ല. അതായത് നമ്മളെപ്പോഴും ഈ ചട്ടിയിൽ ഒരു ഈർപ്പം നമ്മൾ നിലനിർത്തണം. എന്നാൽ മാത്രമേ ചെടി എപ്പോഴും നല്ല ലഷായിട്ട് നിൽക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നട്ടതിന് ശേഷം ഉടൻ തന്നെ ചെയ്യേണ്ട ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. എപ്സം സോൾട്ട് 1 ടീസ്പൂൺ എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക. ഇത് നമ്മൾ ഏതൊരു ചെടി നട്ടതിന് ശേഷവും ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതായത് ചെടിക്കുണ്ടാകുന്നൊരു ട്രാൻസ്പ്ലാന്റ് ഷോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അതായത് 1 ടീസ്പൂൺ എപ്സം സോൾട്ട് എടുക്കുക, 1 ലിറ്റർ വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക, ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക. വളരെ നല്ലതാണ് എപ്സം സോൾട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അതായത് മഗ്നീഷ്യം സൾഫേറ്റ് നമ്മുടെ പുതിയ നാമ്പ് വരാനും ചെടി നല്ല പച്ചപ്പോട് കൂടി പുതിയ നാമ്പുകൾ വരികയും മുട്ടുകളും പൂക്കളും ഒക്കെ വരാനും അത് വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്. എല്ലാവരും ഇതുപോലെ നടാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചെടി നല്ലതുപോലെ വളർന്നു വരുന്നതാണ്. റോസാ ചെടികളൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടതല്ലേ. അന്നേരം എല്ലാവരും ഈ രീതിയിൽ നട്ടു, നമ്മൾ ചുമ്മാ മണ്ണിൻ്റെ അകത്ത് കൊണ്ട് നട്ടു വെക്കാതെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് നടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ നട്ട് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആദ്യത്തെ ഒരാഴ്ച നമ്മൾ തണലത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. തണലത്ത് വെച്ച് ചെടിയൊന്ന് പിടിച്ചതിന് ശേഷം കൊണ്ട് വെയിലത്ത് വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് പെരും മഴയത്ത് നിന്നൊക്കെ റോസൊക്കെ കുറച്ച് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് മാറ്റി വെക്കുന്നതും വളരെ നല്ലതാണ്. ഓക്കെ, കണ്ടോ റോസിലൊക്കെ പുതിയ നാമ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. റോസൊക്കെ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കുന്നതിനനുസരിച്ച് പുതിയ പൂക്കളൊക്കെ നല്ല രീതിയിൽ വരികയും ചെയ്യും. അതുപോലെ ഞാൻ റോസിൻ്റെ കമ്പ് മുറിച്ച് നടുന്ന രീതിയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതൊക്കെ കണ്ടു നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിൻസീസ് ലിങ്ക് എന്ന് ടൈപ്പ് ചെയ്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്താലും ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ലിൻസീസ് ലിങ്ക് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും എഴുതി അറിയിക്കുക. ഇത് കണ്ടോ, ഇത് ഞാൻ PVC പൈപ്പിലാണ് റോസ് നട്ടത്. ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ചുമ്മാ നട്ടതാണ്. അത് സക്സസ് ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും.
റോസിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നല്ല സൺലൈറ്റ് കൊടുക്കുക, അതുപോലെ നല്ലപോലെ വളം കൊടുക്കണം. ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ബനാന പീൽ ഫെർട്ടിലൈസർ, പിന്നെ മുട്ടയുടെ തോടൊക്കെ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം എന്നിട്ട് ചോട്ടിൽ കൊണ്ടിട്ട് കൊടുക്കുക. ഉള്ളിത്തോല്, ഇതൊക്കെ റോസിന് വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തോല് നമ്മൾ ഇതിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ അതായത് ഈ ജീവികൾ ഇൻസെക്ട്സ് വന്ന് ആക്രമിക്കാതിരിക്കാൻ അത് നല്ല രീതിയിൽ പ്രതിരോധിക്കും. വെളുത്തുള്ളിയുടെ തോല് നമ്മൾ ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് റോസ് നല്ല രീതിയിൽ പരിപാലിച്ച് എടുക്കാൻ പറ്റും. ഇല മഞ്ഞളിച്ച് പോവുകയാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കണം, ഒന്നുകിൽ നമ്മുടെ ഡ്രൈനെസ് കൊണ്ടാണ്, അല്ല എങ്കിൽ മൂലകങ്ങളുടെ അതായത് സൂക്ഷ്മ മൂലകങ്ങളുടെ ഡെഫിഷ്യൻസി മൂലമാണ് ഇലയൊക്കെ മഞ്ഞളിച്ച് പോകുന്നത്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. അതുപോലെ നമുക്കിനി വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുവരെ ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.